നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെയധികം തെറിവിളികളും, അതായത് ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഒരു തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ട് മാറില്ല എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്തിട്ട്, അപ്പോൾ ആ ഒരു ടൈറ്റിൽ കണ്ടിട്ട് അതിനകത്ത് തെറി വിളിക്കാൻ വരുന്നവർക്ക് വേണ്ടി തുടക്കത്തിലെ തന്നെ ഒരു 5 സെക്കൻഡ് ഞാൻ മൗനം പാലിച്ചിരുന്നു. കാരണം അവർക്ക് വേണ്ടിയുള്ള മൗനം ഞാൻ മുൻകൂട്ടി കൊടുത്തു തന്നെയാണ്. ഇപ്പോൾ അവർക്കുള്ള ആ ഒരു മറുപടി, അല്ലെങ്കിൽ ആ മൗനത്തിന്റെ ടൈം വന്നിരിക്കുന്നു. ഞാൻ അന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ ഒരു സിനിമയ്ക്ക് 27,73,00,000 രൂപ ബഡ്ജറ്റായി എന്നുള്ളത് അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട വാർത്തയാണ്. അപ്പോൾ ആ ഒരു വാർത്തയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇത്രയും വലിയ തുക കേരള ബോക്സ് ഓഫീസിൽ നിന്ന്, ഞാൻ അന്ന് പറഞ്ഞത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലാഭം നേടില്ല എന്നാണ്. പക്ഷെ ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പോലും തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ട് ആ സിനിമ മാറില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോയിലും അന്ന് തെറി വിളിച്ച ആളുകളൊക്കെ വന്നിട്ട്, ഒരു പരിധിയുള്ള ആൾക്കാർക്ക്, ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ അന്ന് വെറുതെ തെറി വിളിച്ചു പോയ ആൾക്കാരൊക്കെ ഇന്ന് തെറി വിളിക്കാൻ സാധ്യതയില്ല. പക്ഷെ ബുദ്ധിയില്ലാത്ത, തിയേറ്ററിൽ പോയി ഇതുവരെ സിനിമ കാണാത്ത, ഇനിയും ഈ സിനിമ കാണില്ലാത്ത ആളുകൾ ഇന്നും താഴെ വന്ന് കമന്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാത്തവർ ഈ വീഡിയോ ഒന്ന് കാണുക. ഇനി മൗനം ആചരിക്കേണ്ട കാര്യമില്ല. അഡ്വാൻസ്, ഈ വീഡിയോയിൽ ചെയ്യേണ്ട മൗനം അഡ്വാൻസ് ആയിട്ട് ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അന്ന് ഞാൻ ചെയ്ത വീഡിയോന്റെ കണ്ടന്റ് ഇത് എന്തായിരുന്നു എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഒരു മലയാള സിനിമയ്ക്ക് 28 കോടി രൂപയോളം ബഡ്ജറ്റ്, 27,73,00,000 രൂപ എന്നുള്ളത് റൗണ്ട് ചെയ്ത് 28 കോടി രൂപ എന്ന് തന്നെ പറയാം. 28 കോടി രൂപയോളം ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ അത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ട് നേടണമെന്നുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചേ മതിയാവും. കാരണം 86 കോടി രൂപയോ മറ്റോ ആണ്, 88 കോടി രൂപ മറ്റോ ആണ് 2018 എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. അതിനെ മറികടന്നാൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതിനോടൊപ്പം പ്രകടനം നടത്തിയാൽ മാത്രമായിരിക്കും ആ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് നേടുകയുള്ളൂ. ഇന്ന് വരെ ചരിത്രത്തിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും കേരള ബോക്സ് ഓഫീസിൽ 60 കോടി അടിച്ചിട്ടില്ല. 60 കോടി അടിക്കാത്ത മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള സിനിമകൾ നോക്കുമ്പോൾ ഒരു എക്സ്പെരിമെന്റൽ സിനിമയ്ക്ക് ഈ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് അതുപോലുള്ള ഒരു വീഡിയോ ചെയ്തത്. അത് ഞാൻ പടം പ്രോഫിറ്റ് ആവില്ല എന്നല്ല പറഞ്ഞത്, തിയേറ്റർ പ്രോഫിറ്റ് ആവില്ല എന്ന് പറഞ്ഞത്. അന്ന് കേരള ബോക്സ് ഓഫീസിലെ കണക്കാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇന്ന് വേൾഡ് വൈഡ് കണക്ക് നോക്കുമ്പോഴും ആ ഒരു 80 കോടി രൂപയോളം എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വേൾഡ് വൈഡ് കണക്ക് നോക്കിയാൽ പോലും തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ഇതിനർത്ഥം അതിന്റെ പ്രൊഡ്യൂസേഴ്സ് തെണ്ടിപ്പോയി അല്ലെങ്കിൽ കുത്തുവാള എടുത്തു എന്നല്ല. കാരണം അതിന്റെ സാറ്റലൈറ്റ് OTT റൈറ്റ്സ് മാത്രം വിറ്റുപോയിരിക്കുന്നത് 30 കോടി രൂപയ്ക്കാണ്. അതായത് പടത്തേക്കാൾ 2-2.25 കോടി രൂപ ലാഭത്തിലാണ് OTT സാറ്റലൈറ്റ് മാത്രം വിറ്റുപോയിരിക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള കളക്ഷൻ വന്നു. അവിടെ എങ്ങനെയാണ് വിറ്റുപോയിരിക്കുന്നത് എന്ന് അറിയത്തില്ല. അതായത് ഡിസ്ട്രിബ്യൂഷൻ വിറ്റിരിക്കുകയാണോ അതോ ഷെയർ അടിസ്ഥാനത്തിലാണോ എന്ന് അറിയത്തില്ല. എന്ത് തന്നെയായാലും അവിടെ നിന്നെല്ലാം നല്ല റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടി. ആ ഒരു സിനിമ കൊണ്ട് അവർ ഉദ്ദേശിച്ചത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലാഭം നേടുക എന്നുള്ളതായിരുന്നില്ല. ഇറക്കിയ പൈസ തിരിച്ചു കിട്ടുക, ലാഭം നേടുക, അതിനപ്പുറമായിട്ട് നല്ലൊരു മികച്ച കലാസൃഷ്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ അവർ പൂർണ്ണമായിട്ടും വിജയിച്ചു. നല്ല ഒരു സിനിമ, മലയാള സിനിമയുടെ എക്കാലത്തും എടുത്തു വയ്ക്കാവുന്ന ഒരു സിനിമ, എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഇനി എല്ലാ കാലത്തും ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുണ്ടാവും. ഒരു പരീക്ഷണ ചിത്രങ്ങളിൽ ഇത്രയധികം നല്ല രീതിയിലുള്ള ഒരു പരീക്ഷണം നടത്തി വിജയിപ്പിച്ച സിനിമ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാത്രവുമല്ല, ആരും കൈവയ്ക്കാൻ മടിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജോണറിലെടുത്ത ഒരു സിനിമ ഇത്രയധികം വിജയം നേടി എന്ന് പറയുന്നത് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ബോക്സ് ഓഫീസ് കണക്കുകളിലേക്ക് വരുമ്പോൾ എല്ലാ കാലത്തെയും പോലെ ഇവിടെയും ആ ഒരു പതിഞ്ഞ ഒരു സംഭവം തന്നെ കാണാൻ സാധിക്കും. ഈ സിനിമയ്ക്ക് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുക്കാൻ സാധിച്ച് 56 കോടി രൂപ മാത്രമാണ്. 56 കോടി രൂപ എന്ന് പറയുന്നത് മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ശോകമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. പക്ഷെ കേരള സിനിമയിൽ 20 സിനിമകളോളം മാത്രമാണ് ആകെ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ. 20 സിനിമയൊന്നും എത്തിയിട്ടില്ല, റൗണ്ട് ചെയ്ത് പറഞ്ഞതാണ്. എന്നാൽ പോലും ഒരു 20 സിനിമയൊക്കെ ഈ 50 കോടി ടച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അവിടേക്ക് ഒരു സിനിമ കൂടി എത്തി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ആ ഒരു ടോപ്പ് 20യിലേക്ക് എത്തി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ സിനിമയുടെ ബഡ്ജറ്റ് ഇത്രയും ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമയെ സാമ്പത്തിക പരാജയമായിട്ട് കണക്കാക്കേണ്ടി വരും.
ഇത് ഒരു മോഹൻലാൽ സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. 28 കോടി രൂപ മുടക്കിയിട്ട് ഇത്രയും കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒടിയൻ എന്ന് പറയുന്ന സിനിമയെ ഒരു അട്ടർ ഫ്ലോപ്പ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒടിയൻ തിയേറ്റർ ലാഭമല്ല എന്നുള്ളൊരു കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഒടിയൻ ഏകദേശം 52 കോടി രൂപയോളമാണ് തിയേറ്റർ കളക്ഷനായിട്ട് കിട്ടിയത്. ആ സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറയപ്പെടുന്നത് ഏകദേശം 30 കോടി രൂപയോളമാണ്. 30 കോടി രൂപയുള്ള പടം 52 കോടി രൂപ കളക്ഷൻ നേടിയപ്പോൾ അട്ടർ ഫ്ലോപ്പായിട്ട് വിലയിരുത്തപ്പെടുന്ന അതേ ആരാധകരുടെ മമ്മൂട്ടിയുടെ സിനിമ റിലീസ് ചെയ്ത് 28 കോടി രൂപയ്ക്ക് ബഡ്ജറ്റിൽ വന്ന സിനിമ 56 കോടി രൂപ നേടിയപ്പോൾ അതൊരു സൂപ്പർ ഹിറ്റായിട്ട് വിലയിരുത്തുന്നതിലെ ഒരു ലോജിക്ക് നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക. വെറും 4 കോടി രൂപയുടെ വ്യത്യാസം മാത്രമേ അവിടെ കാണാനുള്ളൂ ബോക്സ് ഓഫീസിൽ. ആ 4 കോടി രൂപയ്ക്കൊന്നും ഈ ഒരു പടം ഇതാവില്ല. അപ്പൊ 30 കോടി രൂപ മോഹൻലാലിന്റെ പടം റിലീസ് ചെയ്യിപ്പിച്ചപ്പോൾ, ഒടിയൻ റിലീസ് ചെയ്യിപ്പിച്ചപ്പോൾ അത് 90 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഓടി കിട്ടിയാൽ മാത്രമേ ആ സിനിമയ്ക്ക് ലാഭം നേടുകയുള്ളൂ. ആ സിനിമ വേൾഡ് വൈഡ് കണക്ക് കൂട്ടുകയാണെങ്കിൽ പോലും മിനിമം 100 കോടി രൂപ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓക്കെ വേൾഡ് വൈഡ് എങ്കിലും കളക്ഷനിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ പടം ഒരു പരാജയമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നു. ഈ ഒരു സിനിമയോ അത് അത്രയും നെഗറ്റീവ് റിവ്യൂസ്, ഫസ്റ്റ് ഡേ അത്രയും നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ട്, അത്രയധികം ഹേറ്റേഴ്സ് വന്നിട്ട്, അത്രയധികം ഡീഗ്രേഡിങ് സംഭവിച്ചിട്ട് ആ സിനിമയ്ക്ക് അത്രയും കളക്ഷൻ കിട്ടി. ഈ ഒരു സിനിമയ്ക്ക് ഡീഗ്രേഡിങ് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഫസ്റ്റ് ഡേ ഡീഗ്രേഡിങ്ങിന് ശ്രമിച്ചിരുന്നു. അവർ ഡീഗ്രേഡ് ചെയ്ത രീതി വേറെയാണ്. കാരണം പ്രേമലുവിലേക്ക് ആളുകൾ കയറുക അല്ലെങ്കിൽ പ്രേമലുവിനെ പൊക്കി പിടിക്കുക എന്നുള്ള രീതിയിലാണ് മോഹൻലാൽ ഫാൻസുകാർ ഈ സിനിമയെ സമീപിച്ചു. കാരണം ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. കാരണം അത്രയധികം പെർഫെക്റ്റ് സിനിമയായിരുന്നു ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ. പക്ഷെ ആ ഒരു സിനിമയെ അവർ തീർച്ചയായിട്ടും അവരവരുടേതായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുമല്ലോ. അപ്പോൾ അതിനെ ഡീഗ്രേഡ് ചെയ്താൽ നാണം കെടും എന്ന് കരുതിയതുകൊണ്ട് പ്രേമലു എന്ന് പറയുന്ന സിനിമയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഒരാഴ്ച അവർ നടന്നു. 2ാം വാരമായപ്പോഴേക്കും മഞ്ഞുമ്മൽ ബോയ്സ് എത്തിയപ്പോൾ നോർമലി മലയാളി ഫാൻസുകാർ, മലയാളി ഓഡിയൻസ് മഞ്ഞുമ്മൽ ബോയ്സിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു സിനിമ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്ത് തന്നെയായാലും അതിനെ ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കളിയാക്കാനോ ഉള്ള ഒരു കണ്ടന്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇത്രയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇത്രയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഇത്രയാണ് കളക്ഷൻ കിട്ടിയത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആയി മാറിയില്ല എന്ന് പറയുന്നത് ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഹെവി ബഡ്ജറ്റ് തന്നെയാണ്. ഞാൻ എല്ലാ കാലത്തും പറയുന്ന ഒരു കാര്യമാണ്, മലയാള സിനിമയിൽ 20 കോടി രൂപ ബഡ്ജറ്റിൽ ഒരു പടം നിർത്തിയിട്ട് ലാഭം നേടാൻ സാധിക്കുമെങ്കിൽ അത് മോഹൻലാലിനും മമ്മൂട്ടിക്കും മാത്രമേ ഉള്ളൂ. 20 കോടിക്ക് താഴെ മാത്രം, 10 കോടിക്ക് താഴെ മാത്രമാണ് ബാക്കി ഏത് നടന്റെയും സിനിമ എത്താൻ പാടുള്ളൂ. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സിനിമകളെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം നേടിയിടും. എനിക്കറിയത്തില്ല, പല നടന്മാരെയും വെച്ചിട്ട് 40-50 കോടി രൂപയുടെയൊക്കെ പടം അനൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പരിധി വരെ നമുക്കിപ്പോൾ മറ്റേ അജയന്റെ 2ാം മോഷണം എന്ന് പറയുന്ന സിനിമ, 3ാം മോഷണം 2ാം മോഷണം, ആ ഒരു സിനിമ ഒരു പരിധി വരെ സാമ്പത്തിക വിജയം നേടിയേക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. കാരണം അതിന് മുമ്പ് ടൊവിനോ തോമസ് ഉണ്ടാക്കിയ ഒരു പാൻ ഇന്ത്യൻ മാർക്കറ്റും ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന മാർക്കറ്റിംഗ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ജയസൂര്യയുടെ പടം വരാൻ പോകുന്നത്, ജയസൂര്യയുടെ പടത്തിന് എനിക്ക് ഇതുവരെ ഒരു പ്രൊമോഷൻ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന രീതി വെച്ചിട്ട് ഒരു വലിയ ഒരു ബ്രഹ്മാണ്ഡ സാധനം തന്നെയാണ് വരുന്നത്. അതൊരു ബാഹുബലി റേഞ്ചിൽ അവർ പ്രസന്റ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനും സാമ്പത്തിക ലാഭം നേടിയെടുക്കാൻ സാധിക്കും. ബാക്കി വരുന്ന സിനിമകളുടെയൊക്കെ ഇപ്പൊ ആടുജീവിതം ഞാൻ ഗ്യാരണ്ടി ഇവിടെ ഇപ്പൊ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഹെവി ബഡ്ജറ്റ് വരുന്ന പടമാണ്. ആ സിനിമ തിയേറ്ററിൽ പ്രോഫിറ്റായി മാറില്ല. അത് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഓൾ ഓഡിയൻസിനെ ആകർഷിക്കാൻ പറ്റിയ ഒരു കണ്ടന്റ് വേണം. ഇത് ഒരു എന്താ പറയുക, ഈ എക്സ്പെരിമെന്റൽ സിനിമ, ആടുജീവിതം പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും അത് എങ്ങനെയൊക്കെ കൊമേഴ്ഷ്യലാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. മാത്രമല്ല ബ്ലസ്സി ഒരു കൊമേഴ്ഷ്യൽ ഡയറക്ടറും അല്ല. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾക്ക് അത്രയധികം ബഡ്ജറ്റ് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ ഈ ഒരു സിനിമ ഒരു എക്സ്പെരിമെന്റൽ സിനിമയാണ്, 28 കോടി രൂപയോളം ബഡ്ജറ്റ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്നുള്ള അത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കില്ലെന്ന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എനിക്കൊന്ന് പറഞ്ഞു തരിക. എന്തുകൊണ്ട് 30 കോടി മുടക്കിയ ഒടിയൻ 52 കോടി നേടിയപ്പോൾ അട്ടർ ഫ്ലോപ്പായിട്ട് വിലയിരുത്തപ്പെടുന്നുവെന്നും 28 കോടി മുടക്കിയ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ 56 കോടി നേടിയപ്പോൾ സൂപ്പർ ഹിറ്റ് എന്ന് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത്. സൂപ്പർ ഹിറ്റ് അല്ല സിനിമ തിയേറ്ററിൽ. വലിയ പ്രോഫിറ്റ് നേടിയ സിനിമയല്ല അത്, വലിയ പേര് നേടിയ സിനിമയാണ്. മറ്റേ ഒടിയൻ എന്ന് പറയുന്ന സിനിമ വലിയ പേര് തന്നെയാണ് നേടിയത്, നെഗറ്റീവ് പബ്ലിസിറ്റി ആയി പോയി മാത്രം. കാരണം അത്രയധികം നെഗറ്റീവ് കിട്ടിയ ഒരു സിനിമയാണ്. അത് അവരുടെ തന്നെ കയ്യിലിരിപ്പാണ്. അത് അതുപോലുള്ള ഒരു സിനിമേനെ ഏതാണ്ട് ലോകത്തെ ഏറ്റവും വലിയ സിനിമയായിട്ടൊക്കെ വ്യാഖ്യാനിപ്പിച്ചിട്ട് അവർ മാർക്കറ്റ് ചെയ്തതാണ്. ഇവർ അങ്ങനെയൊന്നും മാർക്കറ്റ് ചെയ്തില്ല. ഇവർ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്തു. അതിന്റെ ഗുണമാണ് ആ സിനിമയ്ക്ക് കിട്ടിയ പേര്, പ്രശസ്തി. ആ ഒരു പേരും പ്രശസ്തിയും തന്നെയാണ് ആ സിനിമയുടെ വിജയം, അല്ലാതെ തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.